നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് വാട്സാപ്പിലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതുപോലെ ഏതൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞു പേഴ്സൻ്റെ. അത് എക്സിൻ്റെ ആണോ അതോ നോ കോൺടാക്റ്റിലിരിക്കുന്നവരുടെ ആണോ എന്നൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത വീഡിയോ എങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇടുകയാണെങ്കിൽ നാളെ അത് നിങ്ങൾ പറയുന്ന പോലത്തെ വീഡിയോ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. പിന്നെ നമ്മൾ നോക്കുക എക്സിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവർ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ, അവർക്ക് നിങ്ങളുമായി അകന്നതിൽ സന്തോഷമാണോ സങ്കടമാണോ, ഇതാണ് നോക്കുന്നത്. പിന്നെ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ റീഡിങ്ങിലേക്ക് പോവാം. മറ്റു രണ്ടിനെയും മാറ്റി വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ റീഡിങ്ങിൻ്റെ ഓറക്കൽ മെസ്സേജസിലേക്കാണ് പോകുന്നത്. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്, മഹാകാൽ, ഡിവൈൻ ടൈമിംഗ്. The beginning of your divine time is blessed by Lord Shiva himself. Prepare yourself for the miraculous and extraordinary experiences that are about to unfold in your life. അപ്പോൾ നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് വന്നേക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വിശദീകരിക്കാൻ പറ്റാത്ത കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും, മിറക്കിൾസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരും. അപ്പോൾ അതിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ഡിവൈൻ ടൈം, ദൈവത്തിൻ്റെ സമയത്ത് നടക്കും എന്ന് പറയാം. അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉരുത്തിരിയാൻ ചാൻസ് ഉണ്ട്. ടെമ്പറൻസ് എന്നുള്ള ഒരു ബാലൻസ് കൊണ്ടുവരിക. നിങ്ങൾ ഇപ്പോൾ എക്സ് ഇപ്പോൾ ജീവിതത്തിലൊരു ബാലൻസ് കണ്ടുപിടിക്കാൻ ഒരു കുത്തഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു ഈ പേഴ്സൻ്റെ. അപ്പോൾ എല്ലാത്തിലും ഒരു ചിലപ്പോൾ എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ദേഷ്യം വന്ന എക്സ്ട്രീം, സന്തോഷം വന്ന എക്സ്ട്രീം, അടിച്ചുപൊളി ജീവിക്കുകയാണെങ്കിൽ എക്സ്ട്രീം, ഒരു കൺട്രോൾ ഇല്ലാത്ത പോലെ ജീവിച്ചിരുന്ന ഒരാളാണ്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. ഇപ്പോൾ ആ പേഴ്സണ് തിരിച്ചറിവുണ്ടായി, ഇത് ശരിയാവില്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എന്ന് മനസ്സിലാക്കിയ ഒരാൾ. അധികമായാൽ അമൃതും വിഷം എന്ന് തിരിച്ചറിഞ്ഞ ഒരു എനർജിയാണിത്, ടെമ്പറൻസ്. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ബോധം വന്നത്? ലവ്, ഈ പേഴ്സണ് റിലേഷൻഷിപ്സ് വാഴുന്നില്ല. ഈ പേഴ്സൺ പൈസയുടെ പുറകെയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പൈസയുടെ പുറകെ പൈസ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്തുപറ്റി, ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ലവ് റിലേഷൻഷിപ്പ് എപ്പോഴും 2ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണിൻ്റെ ലൈഫിലുണ്ടായിരുന്ന കുറേ നല്ല റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് നഷ്ടമായി. നിങ്ങൾ ചിലപ്പോൾ മെയിനായിട്ടുള്ള ആളായിരിക്കാം ഈ പേഴ്സണ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒരാളായിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ അത് തിരിച്ചറിഞ്ഞു. ഞാൻ ഈ പൈസയുടെ പുറകെ ഓടിക്കഴിഞ്ഞാൽ എനിക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആരും എന്നെ സ്നേഹിക്കാനോ എനിക്ക് സ്നേഹിക്കാനോ ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് വന്നിട്ടുള്ള ഒരാളാണ് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇനി നമുക്ക് അതുകൊണ്ടാണ് ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണ് വേണ്ടിയിട്ടുള്ള ഒരു
ഓറക്കൽ മെസ്സേജ് ആയിരിക്കണം. അത് നിങ്ങൾ റീഡിങ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഇതൊരു സമയം വന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വ്യത്യാസങ്ങൾ വരുന്ന സമയമാണിത്. അത് നിങ്ങളെ ബാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് നോക്കാം. പക്ഷേ ഇതൊരു എക്സ് ആണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ജീവിതമായിട്ട് മുമ്പോട്ട് പോയി എന്നായിരിക്കുമല്ലോ. അതല്ലെങ്കിൽ സിറ്റുവേഷൻ നോ കോണ്ടാക്റ്റിലല്ലേ വരേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇത്രയും കാണിച്ചെടുക്കാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലൈഫിൽ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഈ പേഴ്സണ്. പിന്നെ ഇതൊരു റീകൺസിലിയേഷൻ്റെ കാർഡാണ് ശരിക്കും പറഞ്ഞാൽ, സ്റ്റാർ കാർഡ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് കാലത്ത് സ്റ്റാറുകൾ നോക്കിയിട്ടാണ് ആളുകൾ വഴി അറിഞ്ഞിരുന്നത്. വടക്ക് നോക്കി യന്ത്രം, സ്റ്റാർ, അതൊക്കെ വെച്ചിട്ടാണ് ദിശ അറിഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു വഴികാട്ടിയായിട്ടാണ് വരിക. ഇതൊരു നമ്മൾക്ക് ഹോപ്പ് തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വഴി അറിയാതെ ഉഴലുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു നക്ഷത്രം നമുക്ക് വഴി കാണിക്കുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഹോപ്പാണ് കാണിക്കുന്ന സ്റ്റാർ. നമ്മളുടെ ഹോപ്പ്, ഡ്രീംസ്, ഇതൊക്കെയാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതൊരു റീകൺസിലിയേഷനും വേണ്ടിയിട്ടും ആഗ്രഹമുള്ള ഒരു സിറ്റുവേഷനാണിത്. അക്വേറിയസ് ആണ്. പിന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഈ പേഴ്സൺ കേട്ടോ. അത് പെട്ടെന്ന് എടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. രസം എന്താണെന്ന് വെച്ചാൽ ഈ സാജിറ്റേറിയസിൻ്റെ ടെമ്പറൻസ് കാർഡും ഈ സ്റ്റാർ കാർഡിലും രണ്ട് കാർഡിലും ബാലൻസ് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇതിലിപ്പോൾ സ്റ്റാർ കാർഡിൽ ഒരു ഏഞ്ചൽ നിന്നിട്ട് വെള്ളത്തിലേക്കും വെള്ളം ഒഴിക്കുന്നുണ്ട്, കരയിലേക്കും വെള്ളം. ഈ രണ്ട് സ്ഥലം ഒരുപോലെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാവട്ടോ. അതുപോലെ തന്നെയാണ് ഒരു കപ്പിൽ നിന്ന് വേറൊരു കപ്പിലേക്ക്. അപ്പോൾ കപ്പ് രണ്ടും അളന്ന് നിരപ്പാക്കുക. ഒരു കപ്പിൽ കൂടുതൽ ഒരു കപ്പിൽ കുറവാണെങ്കിൽ ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് കാർഡും ബാലൻസ് ചെയ്യാനുള്ള കാർഡുകളാണ്. അപ്പോൾ അതിനുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. എന്തായാലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ പേഴ്സൺ തയ്യാറെടുക്കുകയാണ്. അത് വളരെ സ്പീഡായിട്ട്, ഈ 8 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്നതാണ്. അതുപോലെ ചാരിറ്റി ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ പേഴ്സൺ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ ഒരു ചോയ്സ് ചൂസ് ചെയ്യണം ഈ പേഴ്സണ്. അതിന് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഈ പേഴ്സൺ ഡിസിഷൻ എടുക്കാൻ പോകുന്ന വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഈ പേഴ്സൺ എടുക്കാനുള്ളത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം, ഓരോന്നിനോരോ സമയമുണ്ടല്ലോ. അപ്പോൾ ഈ സമയം ഇതാണ് കറക്റ്റ് ടൈം, ഇപ്പോഴാണ് എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ഇതിന് എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാണ്, മറ്റുള്ളവരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ സ്ട്രോങ് ആയിട്ട് വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായൊരു ഡിസിഷൻ എടുക്കണം എന്ന് ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ. ഇവിടെ ഏരീസ്, അക്വാരിയസ്, ക്യാൻസർ 3 സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ പേഴ്സൺ? യെസ് ഓർ നോ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. യെസ്, ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നത്, നിങ്ങളെ പോയതിൽ ഈ പേഴ്സൺ അപ്പോൾ സങ്കടം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയാൻ ഈ പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ എങ്ങനെ റിക്കവർ ചെയ്യാം, എങ്ങനെ റീകൺസൈൽ ചെയ്യാമെന്നതിനെക്കുറിച്ച് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അപ്പം ആലോചിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിക്കുന്നത് വരെ നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ പേഴ്സൺ അറിയില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ അകന്നു പോയി, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് നിങ്ങളെ ഈ പേഴ്സണൽ ലൈഫിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ പേഴ്സണ് മനസ്സിലായത്. പക്ഷെ അകന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് വരാൻ പറ്റാത്ത വിധം അകന്നു പോയി, അതാണ്. പക്ഷേ ആ നിങ്ങളായിട്ടുള്ള കണക്ഷൻ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. 9 ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ് വരുന്നത്. ഒരു ചെറിയൊരു ചരട്, ഓർമ്മയുടെ ഒരു ചരട്, അല്ലെങ്കിൽ ഒരു ബോണ്ടിൻ്റെ ഒരു ചരട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ പേഴ്സൺ നിർത്തിയിട്ടാണ് പോയത്.
അതുപോലെ തന്നെ ഈ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ആണ്. ഇത് റിവേഴ്സ് ആണ് വന്നതിനർത്ഥം ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പേഴ്സൺ എങ്ങനെ തിരിച്ചു വരാമെന്നതിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണ് നമുക്ക് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് പോയതിൽ ഈ പേഴ്സണിന് കുറ്റബോധമുണ്ടോ അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. സങ്കടമുണ്ടോ എന്ന് ചോദിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പേഴ്സൺ ഓൾറെഡി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പേഴ്സണ് സങ്കടം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുറ്റബോധമുണ്ടോ നിങ്ങളിൽ നിന്ന് അകന്നതിൽ, അതാണ് നമ്മൾ നോക്കുന്നത്. കുറ്റബോധമില്ല ഈ പേഴ്സണ്. അപ്പോൾ നിങ്ങളാണോ അകന്നത് ഈ പേഴ്സണിൽ നിന്ന്? നിങ്ങളാണോ ആദ്യം ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളാണോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയത്? അറിയില്ല. എന്തായാലും ഇവിടെ ഒരു മൈൻഡ് ഗെയിംസ് കളിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 5 ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. അപ്രൈറ്റ് ആണ്. അപ്പം പേഴ്സണ് കുറ്റബോധമില്ല. നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ കാര്യമായത് എന്നാണ് പറയുന്നത്. കാരണം ഇത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, നിങ്ങൾ തമ്മിൽ ഒരു അടിപിടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഈഗോ ക്ലാഷ് വന്ന പോലെ അങ്ങനെയാണ്. ഒരു മൈൻഡ് ഗെയിംസ് കളിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ വാശിക്ക് ഇറങ്ങിപ്പോയിട്ട് ഈ പേഴ്സൺ പുറകെ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വന്നില്ല, അതുകൊണ്ടായിരിക്കും റിലേഷൻഷിപ്പ് നിന്ന് പോയത്. മനസ്സിലായി? അങ്ങനെയാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് കുറ്റബോധമില്ല. ഈ പേഴ്സൺ അല്ല ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാൻ കാരണമെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണ് കുറ്റബോധമില്ല എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് സീക്രട്ടായിട്ട് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള ഉത്തരവാദി എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളായിട്ട്? ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്ന് കൺഫർമേഷൻ വേണോ? എന്തായാലും നോക്കാം നമുക്ക്. ഇത് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിന് വേണ്ടിയും ആകാമല്ലോ. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ കോൺടാക്ട് ചെയ്യുന്നത്? നിങ്ങളോടൊരു ചോയ്സ് എടുക്കാനാണ് ഈ പേഴ്സൺ പോകുന്നത്. അപ്പം നിങ്ങളോടുള്ള ചോയ്സ് അല്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല, നോ ആണ് പറയുന്നത്. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത് വളരെ ഡിപ്രഷനിലാണ് ഈ പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ ഉറക്കമില്ല, ഭയങ്കര ആങ്സൈറ്റിയാണ് പല കാര്യങ്ങൾ കൊണ്ട്. ഒരു ഹോപ്പ്ലെസ്നെസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഹോപ്പില്ല ഈ റിലേഷൻഷിപ്പിൽ. തിരിച്ചു വന്നിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ ജീവിതമായിട്ട് മുമ്പോട്ട് പോയി എന്നൊരു അറിവ് ഈ പേഴ്സണ് വന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കാത്തത്. പക്ഷേ മനസ്സ് വരാൻ പോകാത്തത് എന്നുവെച്ചാൽ വരാൻ നോക്കാത്തത്. വർക്ക് ചെയ്യണമെന്ന് അന്ന് തുടങ്ങി ആലോചിച്ചിട്ടുണ്ട്. ഒരു ചോയ്സ് എടുക്കണമെന്ന്, ഒരു ഡിഫിക്കൽട്ട് ചോയ്സ് എടുക്കണമെന്ന് ഈ പേഴ്സൺ തീരുമാനിക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള കണക്ഷൻ ഈ പേഴ്സൺ നേരത്തെ ഡിസ്കണക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കണക്റ്റഡ് ആണ്, നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് പോകാൻ ഉത്തരവാദി എന്നൊക്കെ പേഴ്സൺ മനസ്സിലാക്കിയെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് എന്നൊരു തിരിച്ചറിവ് കൊണ്ടായിരിക്കണം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വന്നിട്ട് കാര്യമില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാത്തത്. ഇത് ജസ്റ്റിസ് റിവേഴ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഡിവോഴ്സിലെത്തി, ഡിവോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ വേറൊരു വിവാഹം കഴിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടാവാം. ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ടാവും. ഇതൊരു ഡിവോഴ്സ്ഡ് സിറ്റുവേഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പേഴ്സൺ വന്ന് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കണം. ഇപ്പോൾ രണ്ടാമതൊരു സിറ്റുവേഷൻ വന്നിട്ട് അതിൽ ഡിവോഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കയറാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സ് കഴിഞ്ഞ് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം ഇരിക്കുന്നത്. അതുകൊണ്ടുമായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത്. ഓക്കെ, ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും അത് നമുക്ക് നോക്കാം. ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? പ്ലാനിങ്. ഇവിടെയും അത് തന്നെ പേജ് ഓഫ് വോൺസ് ആണ്. ആ പേജ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. ലവേഴ്സ്. അപ്പോൾ ഈ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ ആരെങ്കിലും വേണം ജീവിതത്തിൽ. അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇനി റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നത്. ഇനി കള്ളത്തരം, മൈൻഡ് ഗെയിംസ് ഒന്നും കളിക്കാതെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു റിലേഷൻഷിപ്പ് പേഴ്സൺ വേണം. അപ്പോൾ വളരെ പ്ലാനിങ്ങോടുകൂടെ എടുത്ത് ചാടാതെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്നാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആവശ്യമുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോയത് ഈ പേഴ്സൺ കൂടുതൽ പൈസയെ സ്നേഹിച്ചത് കൊണ്ടാണ്. മനസ്സിലായി? ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. നിങ്ങൾ പേഴ്സൺ കൂടുതൽ കരിയർ ഓറിയൻറ്റഡ് ആയിരുന്നു, റിലേഷൻഷിപ്പിൽ അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നമായത്. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ബാലൻസ് കൊണ്ടുവരണം. ഇവിടെ കരിയറും ഫാമിലിയും ഒരുപോലെ കൊണ്ടുവരാനുള്ള ബാലൻസ് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ പേഴ്സൺ എല്ലാം ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നത്. എല്ലാം പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പേഴ്സൺ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് കയറുള്ളൂ. കള്ളത്തരമൊന്നും പാടില്ല, എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കാർഡ് റിവേഴ്സ് ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് കാർഡ്സ് വരുന്നുണ്ടോ എന്നാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. ഈ ലവേഴ്സ് കാർഡ് റിവേഴ്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ പറയുന്ന ഡിവോഴ്സിലേക്ക് പോകണ്ട, ഒരു സ്നേഹം കൊണ്ടുള്ള, അത് അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. നമുക്കൊരു തോന്നൽ ഇയാളായിട്ട് ഒരാളെ നമ്മൾ കാണുമ്പോൾ ഓക്കെ ഇത് നല്ലതായിരിക്കും ഫ്യൂച്ചറിൽ എന്ന് വെച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്നേഹം വന്നില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സ്നേഹത്തിനാണ് ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. അല്ലാതെ സോൾമേറ്റ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം അതൊന്നും ഈ പേഴ്സൺ അന്വേഷിക്കുന്നില്ല. ആ പേഴ്സണ് സ്നേഹം കൊടുക്കുക, വാങ്ങിക്കുക, ഇതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ പുതിയതായിട്ട് ചെന്ന് കയറണം എന്നാണ് ഈ പേഴ്സൺ. എല്ലാവർക്കും ആരെങ്കിലും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ട്, അതിൻ്റെ പുറകെയാണ് എല്ലാവരും ഓടുന്നത്. ഈ പേഴ്സണും അതെ. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല, ഇനി പോകുന്ന റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകൂ എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ് ഡിവൈൻ ടൈമിങ്. ഇപ്പോൾ ആ പേഴ്സൺ ആ സിറ്റുവേഷനിലാണ്. അപ്പോൾ ജെമിനായി, ഇവിടെ ലീബ്ര, ജെമിനായി സ്ട്രോങ് ആണ് ഇവിടെ. പിന്നെയും ലീബ്ര വരുന്നുണ്ട്, ക്യാൻസർ, ഏരീസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ കാർഡ് എടുത്തവരുടെ റീഡിംഗ് ആണ് ഇത്. നിങ്ങളുടെ എക്സിൻ്റെ ഓവറോൾ എനർജിയാണ് ഇപ്പോഴത്തെ. നമുക്ക് ഓറക്കിൾ മെസ്സേജ് ആദ്യം നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, ഇതിൻ്റെ റീഡിങ്സ് ഫേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇടുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇടേണ്ട റീഡിങ്സ് ഞാൻ റെഫർ ചെയ്യാറുണ്ട്, റിസർച്ച് ചെയ്യും. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ കറക്റ്റായ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ റീഡ് ചെയ്യാറ്. അതുമല്ല ഞാൻ വെറുതെ എടുത്തങ്ങ് റീഡ് ചെയ്യുന്നതല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ടാരോ റീഡിങ്ങിൽ വിശ്വാസമില്ല, ചിലർക്ക് ജാതകം എഴുതുന്നതിൽ വിശ്വാസമില്ല, ആസ്ട്രോളജിയിൽ വിശ്വാസമില്ല. നമ്മളുടെ വിശ്വാസം ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു കാര്യം കാണേണ്ടത്, അല്ലെങ്കിൽ കാണരുത്. അത് വെറുതെ ഒരു രസത്തിന് കണ്ടിട്ട് തോന്നിയ പോലെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് വിഷമമാവും. എന്നെ എഫക്റ്റ് ചെയ്യില്ല, കാരണം ഞാൻ തീയിൽ കുരുത്തതാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നൊരു ബോധം അല്ലെങ്കിൽ അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കമൻറ്റ്സ് എന്നെ പറയും. പക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് സംശയം ഉണ്ടാക്കുകയും ചെയ്യും, നിങ്ങൾക്കത് സങ്കടമാകും. കാരണം നിങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ ഇതായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഒരാളത് ഫേക്കാന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകളാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റ്സ് ഒഴിവാക്കുക എന്ന് ഞാൻ പറയുള്ളൂ. ചിലർ വെറുതെ കയറി കമൻറ്റ്സ് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇതിൽ ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ശിവായ, ശിവായ, ഓം നമഃ 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 ശിവായ. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ,
മറിഞ്ഞില്ല. എനിക്ക് കാജ് മറിയണം, എന്നാലേ അതൊരു മെസ്സേജായിട്ട് തോന്നാറുള്ളൂ. മറിയാതെ കിടക്കുന്ന കാജ് ഞാൻ എടുക്കില്ല. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഷഫിൾ ചെയ്യും, ആ കാർഡ് കറക്റ്റായിട്ടുള്ള കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഡെഡിക്കേഷനാണ് പറയുന്നത്. ലോർഡ് ഹനുമാൻ, ഡെഡിക്കേഷൻ. അപ്പോൾ ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ടു ലോർഡ് ശിവ. നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവരെ. ആസ് യു അണ്ടർടേക്ക് യുവർ എൻഡെവേഴ്സ് അപ്രോച്ച് ദം വിത്ത് ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഡെഡിക്കേഷനെ കുറിച്ചിട്ട്. നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഞാൻ ലോട്ടറി എടുക്കുന്ന ആളാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ ലോട്ടറി എടുക്കും. അപ്പോൾ ഞാൻ ഈ ലോട്ടറി എന്ന് പറഞ്ഞൊരു ഭാഗ്യപരീക്ഷണമാണ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ അതൊരു ഭാഗ്യമാണ്. നമ്മൾക്ക് കിട്ടുന്ന ലോട്ടറി കൊണ്ട് അവർക്ക് അവിടെ ആ ലോട്ടറി വിൽക്കുന്ന ആൾക്ക് ഒരു എമൗണ്ട് കിട്ടും. പക്ഷെ നമ്മൾ കാണുന്ന എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, കാണുന്ന മെജോറിറ്റി ആയിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാരും ആ ലോട്ടറി വിൽക്കുന്നതിൽ നിന്നുള്ള എത്ര പണമാണ്. ഇപ്പം ഞാൻ 50 രൂപ ലോട്ടറി എടുത്താൽ അവർക്ക് എത്രയാണ് അതിൽ നിന്ന് കിട്ടുന്നത്, അത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത്ര 10 ലോട്ടറി ഞാൻ എടുത്താൽ 10 ലോട്ടറിയും വിറ്റ് പോകണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക്. അല്ലാതെ ഈ 10 ലോട്ടറിയിൽ ഏതെങ്കിലും ഒരു ലോട്ടറി ആർക്കും കൊടുക്കുന്ന അയാൾക്ക് അത് അടിച്ചിട്ട് അതിൻ്റെ പൈസ അയാൾക്ക് കിട്ടുമ്പോൾ അതിനൊരു കമ്മീഷൻ എനിക്ക് കിട്ടണം എന്നൊരു ചിന്തയുള്ളവർ വളരെ കുറവാണ്. എല്ലാവർക്കും ലോട്ടറി കച്ചവടം വെറും ഒരു ബിസിനസ്സാണ്, അന്നന്നത്തെ അന്നം കിട്ടണം. അപ്പോൾ ഞാൻ ഇവരോട് പറയും, നിങ്ങൾ ഈ ലോട്ടറി വിൽക്കുന്ന മറ്റ് കച്ചവടങ്ങൾ പോലെ അല്ലല്ലോ. എനിക്ക് വട്ടാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ, അപ്പോൾ അതാണ് പറയുന്നത്, അതുപോലെ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിയിലോട് നമ്മൾക്ക് ആത്മാർത്ഥത വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണം അല്ലേ. അപ്പോൾ അന്നന്നത്തെ പട്ടിണി ഒഴിവാക്കാനാണ് എല്ലാവരും നോക്കുന്നത്, പക്ഷെ ഫ്യൂച്ചറിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. അതാണ്. അപ്പോൾ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൽ ഇൻവോൾവ് ആവണം എന്നാണ് പറയുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അല്ലാതെ കുടം കമഴ്ത്തി അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആകരുത്. ഫലമില്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്നാണ് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ ഓറക്കിൾ ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ എക്സിൻ്റെ? 10 of Wands ആണ്. ഈ പേഴ്സണ് ഭയങ്കര പ്രാരാബ്ധമാണ്. അപ്പോൾ നിറയെ ഭാരം ഈ പേഴ്സൺ മുതുകത്ത് ഉണ്ട്, ഈ പേഴ്സൻ്റെ മുതുകത്ത്. പക്ഷേ ഈ പേഴ്സൺ കുറച്ച് റെസ്പോൺസിബിൾ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാരം ഈ പേഴ്സൺ ഉപേക്ഷിക്കുന്നില്ല, എവിടെയെങ്കിലും കൊണ്ട് തള്ളിക്കളയുന്നില്ല. ആ ഭാരവും പേറി തന്നെയാണ് ഈ പേഴ്സൺ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം. അവരവരുടെ റെസ്പോൺസിബിലിറ്റി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവരവരുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ബോധമുള്ള ഒരാളാണ് ഇതെന്ന് തോന്നുന്നു. സ്ത്രീ ആയാലും പുരുഷനായാലും. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഡോട്ടർ ഓഫ് വാൻസ്, പേജ് ഓഫ് വാൻസ് ആണിത്. പിന്നെ സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ്. പേഴ്സണൽ സിറ്റുവേഷനിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ഒരാളായിരിക്കാം, ചിലപ്പോൾ മക്കളെ കുറിച്ചിട്ട് ഓർത്തായിരിക്കാം പ്രാരാബ്ധം. അല്ലെങ്കിൽ ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പ്രാവർത്തികമാക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല ഈ പേഴ്സൺ. അപ്പോൾ കുറേ പ്ലാനുകളുണ്ട് മനസ്സിൽ. ആ പ്ലാനുകളെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഈ പേഴ്സൺ. ആരും വിൽക്കാൻ നോക്കിയിട്ട് ആർക്കും വേണ്ടാതെ ഒന്നും പ്രാക്ടിക്കലായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അൺഹാപ്പിയാണ്. ലിയോ ആണിത്. ഇത് മൊത്തം ഫയറാണ്. ഇത് ലിയോ, ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എല്ലാം ഫയർ സൈനാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഫയർ സൈൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി നോക്കാൻ പോകുന്ന ഈ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ്. നിങ്ങളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് പേഴ്സൻ്റെ? പേജ് ഓഫ് വാൻസ്. ഇപ്പോഴും ഈ കണ്ടോ പേജ് ഓഫ് വാൻസ് ഇവിടെ കണ്ടില്ലേ? ഇത് തന്നെയാണ് ഈ പേഴ്സൺ. പ്ലാനിങ് കുറേ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രാവർത്തികമാകുന്നില്ല. മനസ്സിലായോ? എന്താ പറയുക, അപ്പോൾ കുറച്ച് ഇമ്മച്യൂർഡായ എനർജി ആവാൻ വഴിയുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് പേജ് ഓഫ് വാൻസ് ഇവിടെ വന്നിരിക്കുന്നത്?
പേജ് ഓഫ് ഫോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മച്ചുവേർഡ് എനർജിയാണ്, പ്ലാനിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു. അപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതാവാം, അത് ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരാളായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങാൻ പേടിയുള്ളവർ, ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവ്, എല്ലാം ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. ഓരോ പ്രോഡക്റ്റും ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തുടങ്ങി നമ്മളുടെ. അപ്പോൾ ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, പിന്നെ അത് അതിൻ്റെ ഇരട്ടി പൈസയ്ക്ക് വിൽക്കുന്നു, ഇതൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു, എല്ലാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഈ കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങാനായിട്ടുള്ള നേരെയുള്ള വഴി നോക്കാതെ ഈ വളഞ്ഞ വഴി നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുമ്പോൾ അത് സക്സസ്ഫുൾ ആവില്ല. ഇപ്പം നമുക്ക് ഇന്നത്തെ അന്നം മതി എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ലോട്ടറിയുടെ. അതുപോലെ നമ്മളൊരു ചെറിയ തട്ടുകട തുടങ്ങുമ്പോൾ വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ തട്ടുകടയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അന്നന്നത്തെ കാര്യമുള്ളൂ, നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾ, ഇന്ന് ഞാൻ 2 രൂപയ്ക്ക് സാധനം വിൽക്കുന്നത്, ഞാൻ നാളെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മളിപ്പോൾ ഒരു കഥ കേട്ടിട്ടില്ലേ? അപ്പോൾ അത്രയും എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള പ്ലാനിങ് അല്ല പറയുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്ലാനിങ്. ഇന്ന് ഞാൻ ഇത് ചെയ്തു. ഓരോരുത്തരും മിക്കവരും പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുള്ളവർ, വലിയ ബിസിനസ്സുകാർ, ചിലർ ചെറിയ ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ടാണ് അവർ തട്ടാമാരായിട്ട് ഇരുന്നിട്ട് പിന്നെ ജ്വല്ലറി തുടങ്ങി, അങ്ങനെ വലിയ വേൾഡ് വൈഡ് ജ്വല്ലറീസ് ഉള്ളവരെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെറുതായിട്ട് തുടങ്ങും, പക്ഷെ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാൻ ഭയങ്കര ഇതായിരുന്നു, വളരെ പ്ലാനിങ് ഉള്ളതായിരുന്നു. അതുപോലെ അവർ ഭയങ്കര ദൃഢനിശ്ചയമുള്ളവരായിരുന്നു. ഞാൻ ഇവിടെ തുടങ്ങിയെങ്കിലും ഞാൻ എത്തുന്നത് അവിടെ ആയിരിക്കണം എന്ന്. അപ്പോൾ ഈ പേഴ്സണ് അതല്ല പ്ലാൻ. ഈ പേഴ്സൺ ഇപ്പോഴത്തെ റിസർച്ച് ഇല്ല, പ്ലാനിങ് ഇല്ല, ഒന്നുമില്ല, അതും ഇംപ്രാക്ടിക്കലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. കുറച്ച് കണ്ണിങ് ആണ്. അപ്പം നേരെയുള്ള വഴിക്ക് കാര്യങ്ങൾ നടത്താതെ വളഞ്ഞ വഴിക്ക് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പം ഇപ്പോഴും ഈ പേഴ്സൺ ഒരു പ്ലാനിങ്ങിലാണ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി എന്തോ ഒരു കാര്യം, അപ്പം അതിന് ലീഗലായിട്ടുള്ള സാങ്ഷൻ കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, അവരെല്ലാം കൂടെ ഒരു പ്ലാൻ ഇടുകയാണ്. പക്ഷേ ആ ലീഗലായ സാങ്ഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ വളഞ്ഞ വഴിക്ക് ഇതെങ്ങനെ പെട്ടെന്ന് മാർക്കറ്റിൽ ഇറക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പ്ലാൻ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ലീബ്രയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഉള്ളത് ലിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഈ പേഴ്സൺ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു കാര്യത്തിൻ്റെ പുറകെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ ഡെഡിക്കേഷൻ ഈ പേഴ്സണ് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ്. നിങ്ങൾ ഇത് റീഡിങ് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ കാർഡ് കാണാൻ ഇടവന്നത്. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നാണ് പറഞ്ഞത്. യെസ് കാർഡ് റിവേഴ്സ് ആണ് വരുന്നത്. ഈ പേഴ്സണ് സമയമില്ല നിങ്ങളെ മിസ് ചെയ്യാൻ, കാരണം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. പേഴ്സൺ വേറെ കാര്യങ്ങളുടെ പുറകെയാണ്. ഈ പേഴ്സൺ ഓൾറെഡി വളരെ ഇമോഷണലി ഇംബാലൻസ്ഡ് ആണ്, ഇതിൻ്റെയൊക്കെ പുറകെ നടന്നു. അപ്പോൾ ഈ സ്ട്രെസ്സിൽ നിങ്ങളെക്കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ആലോചിക്കാനുള്ള സിറ്റുവേഷൻ ഈ പേഴ്സൺ ഇല്ല കേട്ടോ. ഈ പേഴ്സൺ വളരെ പ്ലാനിങ്ങോടുകൂടി ഇതിൻ്റെ പുറകെയാണ്, പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും ജഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണലി ഇംബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. വേറെ കാര്യങ്ങളാണ് ഈ പേഴ്സണ് ലൈഫിൽ ഇപ്പോൾ ഈ പേഴ്സണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ട് അകന്നു പോയതിൽ ഈ പേഴ്സണ് സങ്കടമുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നോ ആണ് കാണും. ഈ പേഴ്സണ് സങ്കടമൊന്നുമില്ല. ഇടയ്ക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും പോകുന്നു, എന്നോട് മിണ്ടുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം എൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നുമില്ല. മനസ്സിലായി? ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ പേഴ്സൺ മുമ്പോട്ട് പോകുന്നു, അത് കഴിഞ്ഞു വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവുക. അതല്ലെങ്കിൽ ആ പേഴ്സൺ ആ സമയത്ത് എന്തിനോടാണോ ഇൻട്രസ്റ്റ് തോന്നുന്നത് അതിൻ്റെ പുറകെ പോവുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. മനസ്സിലായോ? അപ്പോൾ പൊതുവേ ഒരു ഒരു വളരെ പെസിമിസ്റ്റിക് ആയ ഒരു ക്യാരക്ടറാണ്. ശുഭാപ്തി വിശ്വാസം ഒട്ടുമില്ലാത്ത ഒരാളാണിത്. ഹെർമിറ്റ്, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വാഴില്ല. അത് ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഈ പേഴ്സൺ പൈസയ്ക്ക് പുറകെ ഓടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ പൈസയ്ക്ക് പുറകെ ഓടുന്ന നേരായ വഴിക്ക് പൈസ ഉണ്ടാക്കണം എന്നല്ല, വളഞ്ഞ വഴിക്ക്. ഈ ഹാഫ് കുക്ക്ഡ് പ്ലാൻസ് എന്ന് പറയില്ലേ, ഹാഫ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ
കംപ്ലീറ്റ്ലി വർക്കൗട്ട് ചെയ്യാൻ നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് എല്ലാം വരായികയും പോസിബിൾ എന്താണ്, പോസിബിൾ അല്ലാത്ത എന്താണ്, ഇതെല്ലാം നമ്മൾ കാണും. ഇത് ചെയ്താൽ എന്താണ് കോൺസിക്വൻസസ്, വളരെ പ്ലാനിങ്ങോട് കൂടി പോകണം. ഈ പേഴ്സൺ ആ ഒരു പരിപാടിയില്ല. ഒരു ഹാഫ് കുക്ക്ഡ് പ്ലാൻസും കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇങ്ങനൊരു ആശയം വന്നു വേഗം അതിനകത്തേക്ക് എടുത്ത് ചാടുക, അതല്ലാതെ അതിൻ്റെ പ്ലാനിങ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുരുക്കുകളിലും ചെന്ന് ചാടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പും അതുപോലെ അത്രയും ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ കൊടുക്കുന്നുള്ളൂ. മനസ്സിലായി? ഒന്നും റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ ഇവരുമായിട്ട് വിവാഹം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം, ഇതൊന്നും ആ പേഴ്സൻ്റെ പ്ലാനിലേ വരുന്നില്ല. ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് വാഴില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനു മുമ്പ് ഈ പേഴ്സൺ ഇപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണോ? യെസ് ഓർ നോ ആണ് ചോദിക്കുന്നത്. അല്ല, ഈ പേഴ്സൺ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഈ പേഴ്സൺ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ പൈസയുടെ കാര്യത്തിലാണ് മെയിൻ. ഇത് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ചിന്ത മാത്രമേ ഈ പേഴ്സൺ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുമായ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? നോ, അതും നോ ആണ്. മനസ്സിലായോ? എന്നുവെച്ചാൽ പേഴ്സൺ അത് റിലേഷൻഷിപ്പ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഈ പേഴ്സൻ്റെ ലൈഫിൽ. അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഈ പേഴ്സൺ. മനസ്സിലായോ? എന്നുവെച്ചാൽ റിലേഷൻഷിപ്പ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട്, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. ഭർത്താവാണെങ്കിലും ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ട ചിലവിന് കൊടുക്കുക. മനസ്സിലായോ? ഭാര്യയാണെങ്കിലും ഇന്നത്തെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഭർത്താവിനെയും കുട്ടികളെയും നോക്കുക, അതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണ് സ്വന്തം പൈസ, ഈ പേഴ്സൺ ജോലി ചെയ്തോ എങ്ങനെയാണെങ്കിലും ഈ പേഴ്സൺ ഉണ്ടാക്കുന്ന പൈസ വേറെ ആർക്കും കൊടുക്കാനോ, അത് ഭാര്യയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റിയും ജീവിതത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ റെഡി അല്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാലെ തൂങ്ങി നടക്കുന്ന ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. മനസ്സിലായി? എന്ത് കിട്ടിയാലും മതി എന്ന് വിചാരിക്കുന്നു, സ്വന്തം കാര്യം നടന്നു പോകണം, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത് നോക്കാം. പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? റീകൺസിലിയേഷൻ ഒന്നും ഈ പേഴ്സണ് പ്ലാനില്ല. റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് ഒരു പ്രാവശ്യം ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതിലേക്ക് പോകുന്ന ഒരു പരിപാടി ഈ പേഴ്സൺ ഇല്ല. മനസ്സിലായി? അതാണ് കാണിക്കുന്നത്. അബാൻഡൻ ചെയ്യുകയാണ്. റിലേഷൻഷിപ്പിൽ ഒരിക്കലും റീകൺസിലിയേഷൻ ഈ പേഴ്സണ് പ്ലാനേ ഇല്ല. തിരിച്ചു പോകണമെന്ന് ഒരാഗ്രഹവും ഈ പേഴ്സണില്ല. ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞോ അത് കഴിഞ്ഞു, ഇനി ഞാൻ തിരിച്ചങ്ങോട്ടില്ല എന്ന് തന്നെ വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരില്ല ഈ പേഴ്സൺ. അബാൻഡൻ ചെയ്ത് പോയി ഈ പേഴ്സൺ. മനസ്സിലായി? ഇനി റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. അക്വാരിയസ്, വെർഗോ, Libra, Leo. ഓക്കെ, ഇത്രയുമാണ് രണ്ടാമത്തെ റീഡിങ് സോഡിയാക് സൈൻസ് കണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ റീഡിങ്ങിലെ എക്സിൻ്റെ ഓവറോൾ എനർജിയാണിത്. അപ്പോൾ ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത് നമ്മൾ. ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് നോക്കുന്നത്? ഒരു കാർഡാണ് ഇവിടെ വരുന്നത്.
മിസ്യൂസ് ഓഫ് പവർ. മിസ്യൂസ് ഓഫ് പവർ എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ ബ്ലെസ്ഡ് വിത്ത് സംതിങ് ദെൻ യൂസ് ഇറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് യു ആൻഡ് കമ്മ്യൂണിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ബീങ് സെൽഫിഷ് ആൻഡ് ആരഗൻറ്റ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾക്കും നമ്മളുടെ ചുറ്റുമുള്ളവരുടെയും ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് അഹങ്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷെ അഹങ്കാരം അത് നമുക്ക് പെട്ടെന്ന് വരുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഒരാളുടെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റുമെന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക് അഹങ്കാരം വരും. എല്ലാവരുടെ ഉള്ളിലും അഹങ്കാരം വരും. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് കൺട്രോളിലേക്ക് വെക്കുക. കാരണം നമ്മൾ ദൈവമല്ല. അത് നമുക്ക് തെറ്റിദ്ധാരണ വരും. ഒരാൾ നമ്മളോട് സഹായം ചോദിക്കുമ്പോൾ, അയാളെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ അയാളുടെ മുകളിൽ ഒരു ആധിപത്യം ഉള്ള പോലെ നമുക്കൊരു ഫീലിംഗ് വരും. അതൊരു തരം അഹങ്കാരമാണ്. അതെനിക്ക് വരാറുണ്ട് ചില സമയത്ത്. അപ്പം ഞാൻ എന്താ പറയുക, അത് വളരെ ശ്രമപ്പെട്ട് ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കത് പണിയാവും. മനസ്സിലായോ? ഇത് ശരിയാണ്. ഇപ്പം ഇത് നമ്മൾ അഹങ്കാരം കൂടി നമുക്ക് തന്നെ വിനയാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്ത് നമ്മൾ അവരുടെ ദൈവമായിട്ട് മാറുമ്പോൾ നമുക്കത് പണിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാകുക. അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കുക. നമ്മൾ വെറും മനുഷ്യരാണ്. ദൈവം നമ്മളെ മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഓറക്കിൾ മെസ്സേജ് 2 of Cups അടിപൊളി. 2 of Cups എന്ന് പറയുമ്പോൾ വളരെ മ്യൂച്വൽ ലവാണ് 2 of Cups എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴോ എപ്പോഴോ ഈ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട്. ആരോ ഒരാളായിട്ട് ഈ പേഴ്സണ് വളരെ അടുത്ത ഒരു ആത്മബന്ധമുണ്ട്. ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ആത്മബന്ധം. എന്താ പറയുക, ഹൃദയം കൈമാറിയിട്ടുണ്ട് ആരോ ആയിട്ട്. അതിപ്പോഴാണോ നിങ്ങളായിട്ടാണോ എന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അറിയാം കേട്ടോ. ഭയങ്കര സ്നേഹമാണ് ഇവിടെ. ഈ പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു യൂണിഫോം ലവ് എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ എനിക്കൊരാളെ ഇഷ്ടം തോന്നുക ക്വയറ്റ് നാച്ചുറൽ, ഒരാൾക്ക് എന്നോട് ഇഷ്ടം തോന്നുക ക്വയറ്റ് നാച്ചുറൽ. പക്ഷെ രണ്ടുപേർക്കും ഒരേപോലെ ഫീലിംഗ് വരിക അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊക്കെ ദൈവം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ പേഴ്സൺ റൈറ്റ്. ഇവിടുത്തെ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പേഴ്സൺ നമുക്ക് കുറേ നെഗറ്റീവ് എക്സ്പീരിയൻസസ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ചിലർ ഒരു തീരുമാനം എടുക്കും, ഇനിയിപ്പോൾ ദൈവം കൊണ്ടുവരട്ടെ, എനിക്ക് ചേർന്ന ഒരാളെ ദൈവമായിട്ട് കണ്ടുപിടിച്ച് വരട്ടെ, എന്നിട്ടേ ഞാൻ റിലേഷൻഷിപ്പിൽ കയറൂ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ. ഇപ്പോൾ ആ ഒരു തീരുമാനത്തിലാണ് ഈ പേഴ്സൺ. വെയിറ്റിങ്ങിലാണ്. എനിക്ക് വേണ്ടി ദൈവം ആരെയോ എവിടെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേഴ്സണായിട്ടുള്ള എന്നോട് ചേരാനുള്ള ആ സമയമാകുമ്പോൾ എല്ലാം ശരിയാവും എന്നൊരു വിശ്വാസം ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് കയറാറില്ല. ഈ പേഴ്സൺ സ്വന്തം കാര്യം നോക്കി ഇരിക്കുകയാണ്. ഈ പേഴ്സണ് പറഞ്ഞിട്ടുള്ള ആൾ വരാൻ വെയിറ്റ് ചെയ്യണം ഈ പേഴ്സൺ. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതൊരു വളരെ നല്ല കാര്യമാണ്. വിശ്വാസം, അതാണ് എല്ലാം. അപ്പോൾ അതാണ് നിങ്ങളുടെ എക്സിൻ്റെ സിറ്റുവേഷൻ. ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പേഴ്സൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? സഡൻ അവയർനെസ്, അതാണ് പെട്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ കുറേ റിലേഷൻഷിപ്പിൽ കയറി ഇറങ്ങി പല റിലേഷൻഷിപ്പ് ട്രൈ ചെയ്ത് അവസാനം ഈ പേഴ്സൺ ഒരു വിവരം കിട്ടുകയാണ്, ഓക്കെ ഞാൻ ഈ കയറി ഇറങ്ങുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ സ്നേഹം കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ അതേപോലെയുള്ള സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ എക്സ്പെക്റ്റേഷൻ മറ്റുള്ളവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തതിനപ്പുറത്തുള്ള എക്സ്പെക്റ്റേഷൻ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് വർക്കായത്. എന്ത് ചെയ്താലും എന്താണെങ്കിലും ഇപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ റെഡിയാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് റിലേഷൻഷിപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു തിരിച്ചറിവ് ആ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം വെയിറ്റിങ്ങിലാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ
എല്ലാത്തിൽ നിന്നും ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ പേഴ്സൺ. ഒരു റിലേഷൻഷിപ്പും ഇല്ല ഈ പേഴ്സൺ തൽക്കാലത്തേക്ക്. എല്ലാ സിറ്റുവേഷനിൽ നിന്നും ഒഴിഞ്ഞു മാറി റിലേഷൻഷിപ്പിനൊക്കെ ഒരു അവധി കൊടുത്തിരിക്കുകയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ മൈൻഡ് ഗെയിംസ് ഒക്കെ എല്ലാവരും മൈൻഡ് ഗെയിംസ് ആണ് കളിക്കുന്നത്. എല്ലാത്തിനും കള്ളത്തരമാണ്. ഈ പേഴ്സണും കുറേ കള്ളത്തരം കാണിച്ചു, ഈ പേഴ്സണും കുറേ മൈൻഡ് ഗെയിംസ് കളിച്ചു. കുറേ പേര് ഈ പേഴ്സൺ ഉപേക്ഷിച്ച് പോയി, ഈ പേഴ്സൺ കുറേ പേര് ഉപേക്ഷിച്ച് പോയി. അതൊക്കെ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് വയ്യ, ചിലപ്പോൾ കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ടുണ്ടാവും, പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള റിലേഷൻഷിപ്പൊക്കെ വളരെ സീരിയസ് ആയിട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ തമാശക്കുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി പോകുന്നത് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കും. അതും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ വന്നാലേ ആവുള്ളൂ എന്നൊരു ചിന്ത. അപ്പോൾ ഈ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ് ഇരിക്കുന്ന കാർഡ് അത് നേരെ വന്നിട്ടുണ്ട് ഇവിടെ, ക്ലാരിഫിക്കേഷൻ. പിന്നെയുള്ളത് എംപററാണ്. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്, തിരിച്ചറിവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, മനസ്സിലായോ? ഇപ്പോൾ ഈ പേഴ്സൺ റെസ്റ്റിലാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് ചാടി കയറാനും ഈ പേഴ്സണ് ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പോൾ. അതാണ് ഈ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ. ഏരീസ്, വെർഗോ പൈസസ് അത്രയുമാണ് സോഡിയാക് സൈൻസ് കാണുന്നത്. ഇനി നിങ്ങളെ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. യെസ് ഓർ നോ. നോ റിവേഴ്സ് ആണ് വന്നേക്കുന്നത്, യെസ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നിങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ പലരിൽ അത് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് കറക്റ്റുള്ള മെസ്സേജ് എന്ന്. ഇവിടെ മിസ് ചെയ്യുന്നില്ല എന്ന റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഉണ്ടെന്നും അർത്ഥമുണ്ട്. പക്ഷെ എന്നാലും വളരെ കാര്യമായിട്ടുള്ള അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവാൻ വഴിയില്ല, മനസ്സിലായോ? അപ്പോൾ പക്ഷേ റിലേഷൻഷിപ്പിൽ നിങ്ങളാണോ പ്രശ്നം ഉണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അകന്നു പോയത്, അതൊന്നും ഈ പേഴ്സണെ ബാധിക്കുന്നില്ല. ഇപ്പം അതൊന്നും ഓർത്തിട്ട് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനൊന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒബ്സഷൻ ഒന്നുമില്ല നിങ്ങളോട്. ഒരിടയ്ക്ക് നിങ്ങളോട് ഭയങ്കര ഒബ്സഷനായിരുന്നു, നിങ്ങളെ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞു അതൊന്നും വലിയ ഗുണമുള്ള കാര്യങ്ങളല്ല എന്ന്. ഇപ്പോൾ ഒബ്സഷനൊന്നുമില്ല നിങ്ങളോട്. ഒരിടയ്ക്ക് നിങ്ങളോട് ഭയങ്കര ഒബ്സഷനായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പുറകെ നടന്നിരുന്ന ഒരാളായിരിക്കാം. എന്തായാലും നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നതിന് ഈ പേഴ്സണ് കുറ്റബോധമുണ്ടോ അത് നമുക്ക് ചോദിക്കാം. യെസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുമായിട്ട് അകന്നതിൽ കുറ്റബോധമുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് കെയറിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് വരുന്നത്. വളരെ കമ്പാഷനറ്റ് ആയിരുന്നു നിങ്ങളോട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു എനർജിയാണ്. പക്ഷെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് പോയപ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായ റിഗ്രറ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പിലേക്കല്ല ആയിരുന്നില്ല നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു കൺവീനിയൻസ് പോലെയായിരുന്നു, ഒരു ഒബ്സഷൻ പോലെയായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി നിങ്ങൾ പോയപ്പോൾ. പക്ഷേ അത് ജോലി തിരക്കിൻ്റെ ഇടയിൽ ആ പേഴ്സൺ മുക്കിക്കളഞ്ഞു, അതിനെ അങ്ങോട്ട് വളരാൻ വിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഒരു ഫ്രണ്ട് അകന്ന് പോകുമ്പോൾ ഉള്ള ഒരു ഹാർട്ട് ബ്രേക്ക് പോലെ ആയിരുന്നു ഈ പേഴ്സൺ നിങ്ങൾ പോയപ്പോൾ. ഇനി നോക്കാം, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പേഴ്സൺ ആ ഒരു പഴയ റിലേഷൻഷിപ്പിലേക്കല്ല, ഈ പേഴ്സൺ ഒരു ലീഡറായിട്ടാണ്. അപ്പോൾ വെറും ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കരിയർ ഫോക്കസ്ഡ് ആണ് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച് വന്നാൽ തന്നെ ഇത് വളരെ പ്രാക്ടിക്കലായ ഇമോഷണലായ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ഒരു കൺവീനിയൻസ്, പഴയ പോലെ തന്നെയാണ്, കൺവീനിയൻസ് റിലേഷൻഷിപ്പ് ആണത്, മനസ്സിലായോ? പക്ഷെ കൂടുതലും ഈ പേഴ്സൺ കരിയർ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഒബ്സഷൻ എല്ലാം മാറി നിങ്ങളെ മാരേജ് ചെയ്യണമെന്നൊന്നും ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ടില്ലെന്നാണ് ഇവിടെ പറയുന്നത്, മനസ്സിലാവുണ്ടോ? അതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു, അത് പോയാലും വന്നാലും പ്രശ്നമില്ല, ഉണ്ടെങ്കിലും നന്നായി, അങ്ങനെ ചില റിലേഷൻഷിപ്പില്ലേ, അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇപ്പോൾ ഈ പേഴ്സൺ കരിയറിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്, മാരീഡ് ആണ്. ഇല്ല, പേഴ്സൺ ഡിവോഴ്സ്ഡ് ആണ് കേട്ടോ, മാരേജ് ചെയ്തിട്ട് ഡിവോഴ്സാണ് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാരേജ് ചെയ്ത റിലേഷൻഷിപ്പും ഈ പേഴ്സണ് വർക്ക് ചെയ്തില്ല, ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയപ്പോൾ ഈ പേഴ്സൺ വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിവാഹവും ഇപ്പം മാരീഡ് ആണ്, പക്ഷേ ഹാപ്പി അല്ല,
ഒരു സെപ്പറേറ്റഡ് ആണ്, റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നില്ല, റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു ലവ് റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. മാരീഡ് ആയിരിക്കും, കുട്ടികളുണ്ടാവും, പക്ഷേ ഭർത്താവിനോട് ഉള്ള റിലേഷൻഷിപ്പ് ഒരു വർക്ക് ചെയ്യാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ ഭാര്യയോടുള്ള റിലേഷൻഷിപ്പ് അതൊരു ലീഗൽ ബോണ്ടിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, കുട്ടിയുള്ളതുകൊണ്ടുള്ള ബോണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ അവരും മറ്റുള്ളവർ അവരെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളാണിതും. ഈ പേഴ്സൺ മാരീഡ് ആണ്, പക്ഷേ മാരേജിലേക്ക് തിരിച്ചു പോകാം, മാരേജ് റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലാത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻസ് കുറേ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടേ പോകുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുമായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കരിയറിലാണ് ഈ പേഴ്സൻ്റെ ഫോക്കസ് ഇപ്പോൾ. അപ്പോൾ നിങ്ങളുമായിട്ടൊരു പഴയ ഒരു കാര്യം പുതുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായി? അല്ലാതെ നിങ്ങളെ മിസ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഈ പേഴ്സൺ. അപ്പോൾ ആ കാര്യം ഒരു പഴയൊരു സ്റ്റോറിയാണ് ഈ പേഴ്സൺ, അത് അടഞ്ഞ അധ്യായമാണ്. ഇപ്പോൾ തുറന്നാൽ തന്നെ പൊടി തട്ടി എടുത്താലും അത് അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് വരില്ല, അതാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് റീകണക്ഷൻ തുടങ്ങുന്നത് നിങ്ങളെ പരിചയമുണ്ട്, ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നത് കൊണ്ട് അത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും എന്നൊരു വിശ്വാസം, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മനസ്സിലായത്? പഴയ ഒരു ലവ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുമോ, ഒരു അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുമോ, ഒരു വളരെ കംഫർട്ടബിൾ ആയ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുമോ എന്നാണ് ഈ പേഴ്സൺ അറിയേണ്ടത്. അതിന് വേണ്ടിയാണ് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും അതൊരു ട്രയൽ ആയിരിക്കും. മനസ്സിലായി? അതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആവണം എന്നില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും? ഈ പേഴ്സണ് ഇൻഡിപെൻഡൻസ് ആണ്, ഫ്രീഡം ആണ് ഇഷ്ടം. റിലേഷൻഷിപ്പിലെ ബോണ്ടുകളൊന്നും ഈ പേഴ്സണ് പറ്റുന്നില്ല ഇപ്പം. കാരണം ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്, മാരീഡ് ആണ്, പക്ഷേ അവിടെയും നിൽക്കാത്ത ഒരാളാണ്. കാരണം അവിടെയും ഹാപ്പിനെസ് ഇല്ലാത്തതുകൊണ്ട് കറങ്ങി നടക്കുന്ന ഒരാൾ, കരിയറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് ഒന്നും വർക്ക് ചെയ്യാതാവുമ്പോൾ നമ്മൾ ഫ്രീഡം ഉള്ള റിലേഷൻഷിപ്പ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങും. മനസ്സിലാവണ്ടോ? കല്യാണം ഒന്നും കഴിക്കേണ്ട, കാരണം ഓൾറെഡി മാരീഡാണ്, പിള്ളേരുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി റിലേഷൻഷിപ്പ്, ഇത്തിരി സ്നേഹം കിട്ടാൻ വേണ്ടി ഓടുന്ന ഒരാളാണിത്. അപ്പോൾ തൽക്കാലത്തേക്ക് റിലേഷൻഷിപ്പ് വേണ്ട, പക്ഷേ സ്നേഹം കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ലവേഴ്സിൻ്റെ സിറ്റുവേഷനിൽ ഓടുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് പ്ലേറ്റോണിക് റിലേഷൻഷിപ്പ് അല്ല വേണ്ടത്, എല്ലാം ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഫിസിക്കൽ അട്രാക്ഷൻ വേണം, സംസാരിക്കാൻ പറ്റണം, പിന്നെ കംഫർട്ടബിൾ ആയിരിക്കണം, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഈ പേഴ്സൺ വേണ്ടത്. അപ്പോൾ വെറും ഒരു പ്ലേറ്റോണിക് റിലേഷൻഷിപ്പ് അല്ല, മനസ്സിലായി? ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ല ഈ പേഴ്സണ് വേണ്ടത്, സ്നേഹബന്ധമല്ല ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. അതെനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. ഈ പേഴ്സണ് എല്ലാം കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്, മനസ്സിലായി? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ളതല്ല, ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഒരു ബെസ്റ്റി നമ്മൾ പറയില്ലേ, ഒരു ലവർ അല്ല, ഒരു ലവറിനും ഒരു ഫ്രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ. ആ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പാണ് ഈ പേഴ്സണ് വേണ്ടത്, മനസ്സിലായോ? എല്ലാം വേണം, എന്നാൽ അതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനും പാടില്ല. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് വേറെ ആണെങ്കിൽ ഇതിനകത്ത് പെട്ടാൽ നിങ്ങൾ വട്ടം കറങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾ സെറ്റിൽഡ് ആണെങ്കിൽ ഇങ്ങോട്ട് ഇതിൽ നിന്നൊരു റെസ്പോൺസും വേണ്ട എന്നാണ് പറയുന്നത്, മനസ്സിലായോ? ഈ പേഴ്സണ് കിട്ടുന്ന പവർ മിസ്യൂസ് ചെയ്യുന്ന ഒരാളാണ്, മനസ്സിലായോ? ഒരാൾ ഈ പേഴ്സണെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവരെല്ലാം ദുരുപയോഗം ചെയ്യും പേഴ്സൺ, അവരെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവരുടെ ഫാമിലിയിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല, നമുക്കറിയേണ്ട കാര്യമില്ല. എന്തായാലും ഈ പേഴ്സൺ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ജെമിനായി
Aquarius, Aries, Virgo, Pisces. Strong zodiac sign ഒന്നുമില്ല. Aquarius ഉണ്ട്, Capricorn, പിന്നെ Virgo, Pisces, Cancer, Pisces, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻ ഉള്ളത്. അപ്പോൾ ഇതാണ് അവസാനത്തെ റീഡിംഗ്. ഇന്നത്തെ റീഡിംഗ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അകമഴിഞ്ഞ് നന്ദി. പിന്നെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.